ഖുർആൻ ഓതിയിട്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. സദഖയുടെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്ക് കൊണ്ടിട്ടോ പറയും. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത്. സദഖയുടെ പിന്നിൽ സദഖ കൊടുത്തവനാണ് ഇജാബത്ത്. ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്. ദുആന്റെ കൂലി അവിടുക്കെത്തൂല. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഒരു തമാശ ഉണ്ട്. വല്യമ്മ ഇങ്ങനെ ബട്ടൺസ് തുന്നുമ്പോ സൂചി നിലത്തി അടി. അപ്പൊ വല്യമ്മക്ക് കാഴ്ച ലേശം കുറവുണ്ട്, എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ വല്യമ്മ പറഞ്ഞു, ഇന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കിയേറോ. അതിൽ പേരക്കുട്ടി പറഞ്ഞു, വല്യമ്മ അത് നഷ്ടമാണ് സംഭവം. കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാൻ. പള്ളിക്കൊക്കെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിന്റെ സൂചി സ്വർണ്ണാണ്, അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്യമ്മ പറഞ്ഞു, ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല, എന്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ. നമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട്. പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി. ഹദിയയുടെ കൂലി വളരെ വലുതാണ്. അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ്. നീയത്ത് വെക്കാം, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയ കൊടുക്കുന്നത് എന്ന് നീയത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. തെറ്റ് എന്നല്ലട്ടോ ഞാനീ പറഞ്ഞത്.